ഒരു ഫ്ലാറ്റിനെ അപേക്ഷിച്ച് 5 സെന്റ് ആണെങ്കിലും വേണ്ടില്ല സ്വന്തമായി കുറച്ച് സ്ഥലത്ത് സ്വന്തം ഇഷ്ടപ്രകാരം ഒരു വീട് വെക്കാനാണ് നമ്മളിൽ മിക്ക പേർക്കും താല്പര്യം. ഒന്നുമില്ലെങ്കിലും മുറ്റത്തേക്കൊന്ന് ഇറങ്ങി നിൽക്കാമല്ലോ, അല്ലെങ്കിൽ പ്രൈവസിയെ ബാധിക്കില്ലല്ലോ, ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ പേരും ചിന്തിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത് നമുക്ക് സ്വാശ്രയത്വം കൈവരിക്കാനാവുമെന്നുള്ളതാണ്, പ്രത്യേകിച്ചും നമുക്ക് കഴിക്കാനുള്ള പച്ചക്കറിയുടെ കാര്യത്തിൽ. ഇപ്പോൾ എല്ലാ കുടുംബങ്ങളിലും 3-4 പേരൊക്കെ ഉള്ളൂ. അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ട ചെറിയ അളവിലുള്ള പച്ചക്കറി എത്ര ചെറിയ സ്ഥലത്തും നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. അതിനുള്ളൊരു മനസ്സ് വേണമെന്ന് മാത്രം. പ്രത്യേകിച്ചും വീട് വെക്കുന്ന സമയത്ത് തന്നെ അതിനുവേണ്ടി നമ്മൾ പ്ലാനിങ് നടത്തിയാൽ അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും. വീടിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട് ജില്ലയിലെ അത്തോളിയിലുള്ള യൂസുഫ് മുഹമ്മദിന്റെയും തൗഫിയുടെയും കെൻസ് എന്ന വീട് ബാലുശ്ശേരി ഐഡിയൽ കൺസ്ട്രക്ഷൻസിലെ എഞ്ചിനീയറായ ഷമീർ ബാലുശ്ശേരി രൂപകൽപ്പന ചെയ്ത് ജിലിസ് എ ഗഫൂർ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത ഈ വീട് കാണാം ഇന്ന്. ശൈലിക്ക് പ്രാധാന്യം നൽകി ഒരു മോഡേൺ ഔട്ട്ലുക്കുള്ള വീടാണ് ഇവിടെ തീർത്തിരിക്കുന്നത്. കർവ്ഡ് റൂഫായിട്ടാണ് എലിവേഷൻ വന്നിരിക്കുന്നത്. അത് പല ലെവലുകളിലായിട്ട് നിൽക്കുന്നു. എക്സ്റ്റീരിയർ കളർ സ്കീം എന്ന് പറയുന്നത് വെള്ളയുടെയും ഒരു മെറൂണിഷ് ബ്രൗണിന്റെയും കോൺട്രാസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ കാർ പോർച്ചിലേക്ക് ആണ് ഡ്രൈവ് വേ പോകുന്നത്. അതിൻ്റെ ഇരുഭാഗത്തുമായിട്ട് ധാരാളം സ്ഥലമുണ്ട്. അവിടെ ഒക്കെ പേയ്മെൻറ്റ് ബ്ലോക്സ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വീടിരിക്കുന്ന ഒരു എൻറ്റയർ ഏരിയ തന്നെ പേയ്മെൻറ്റ് ബ്ലോക്സിൽ ചെയ്തിരിക്കുന്നു. പിന്നെ അപ്പുറത്തേക്ക് കുറച്ച് ഭാഗത്ത് തെങ്ങും വാഴയും ഒക്കെ വെച്ചിരിക്കുന്ന സ്ഥലം മാത്രമാണ് മണ്ണായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു ലാൻഡ്സ്കേപ്പിംഗ് എലമെൻ്റ് ആയിട്ട് ശരിക്കും വന്നിരിക്കുന്നത് ഈ ഭാഗത്തായിട്ടൊക്കെ കൊടുത്തിരിക്കുന്ന ലോണും അതുപോലെ റെഡ് പാംസുമാണ്. എൽ ഷേപ്പിലുള്ള സിറ്റ് ഔട്ടാണ് ഈ വീടിൻ്റെ മുൻഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ സൈഡിലേക്ക് കാർ പോർച്ചിൽ നിന്നുള്ള ഒരു ആക്സസും ഉണ്ട്. ഈ ഭാഗത്തായിട്ടാണ് പ്രധാന വാതിലിലേക്ക് പോകാനുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആ ഒരു കർവ്ഡ് റൂഫിൻ്റെ ഭാഗത്ത് നല്ല രസമായിട്ട് വുഡൻ മെമ്പേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമായി തന്നെ ചെയ്തിരിക്കുന്നു. അതുപോലെ വെള്ളയോടൊപ്പം ഒരു ടൈൽ ക്ലാഡിംഗ് ആണ് ഇവിടെ പില്ലേഴ്സിന് കൊടുത്തിരിക്കുന്നത്. പില്ലേഴ്സ് വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഈ പൂമുഖത്തും അതുപോലെ കാർ പോർച്ചിലും കാണുന്നുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ബ്യൂട്ടിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ആൻഡ് വെന്റിലേഷനാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് കാണുന്നത്. എലിവേഷൻ ഒരു വ്യത്യസ്തമായ ഒരു എലിവേഷൻ ആവശ്യപ്പെട്ടപ്പോൾ ആ രീതിയിൽ 2 എലിവേഷൻ ചെയ്തു. അതിൻ്റെ കൂടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു എലിവേഷനാണ് ഇപ്പോൾ ഇത്. മാക്സിമം ഒരു കർവ് റൂഫാണ് മൊത്തത്തിൽ ഇത് ഫോളോ ചെയ്തത്. മെയിൻ ഡോറ് തുറന്ന് കയറി വരുമ്പോൾ ഒരു നോർമൽ ഹൈറ്റുള്ള ഫോയറാണ് കൊടുത്തിരിക്കുന്നത്. ഫ്ലോറിൽ അതിൻ്റെ ഒരു ഡിമാർക്കേഷൻ, ഒരു ഡാർക്കർ ടൈല് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുകളിലും ചെറിയ പ്ലൈവുഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്കും ഇൻഡയറക്റ്റ് ലൈറ്റിങ്ങും കൊടുത്തിരിക്കുന്നു. അതുപോലെ പുറത്ത് ആരെങ്കിലും വന്നാൽ അത് പെട്ടെന്ന് അറിയാവുന്ന രീതിയിൽ സൈഡിലുള്ള ജനാലയ്ക്ക് ബ്ലൈൻഡ്സ് ആണ് ക്രമീകരണത്തിനായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇടത് ഭാഗത്തേക്കായിട്ടാണ് ഫോമൽ ലിവിങ് ഏരിയ. ഫോയറിൽ നിന്ന് ഇടതു ഭാഗത്തേക്ക് ഒരു ലെവൽ താന്നാണ് ഫോമൽ ലിവിംഗ് സ്പേസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇറങ്ങുന്ന സ്ഥലത്ത് 2 ഗ്ലാസ് പില്ലറുകളൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. ഒരു യു ഷേപ്പിലുള്ള ഒരു കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള സോഫയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഫേർണിച്ചർ എന്ന് പറയുന്നത്. വേറെ തരത്തിൽ കാര്യമായിട്ടൊന്നും തന്നെ കൊടുത്തിട്ടില്ല. ടീപ്പോയും ഒരു ചെറിയ കാർപ്പറ്റും ഒക്കെ അല്ലാതെ
അതുപോലെ ഫോൾ സീലിംഗ് വർക്കായിട്ടും വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡിൽ വെനിയർ ഒട്ടിച്ച് പ്ലൈവുഡിൽ ചെയ്തെടുത്ത വർക്കാണ് ഫോൾ സീലിംഗ് വർക്കായിട്ടും വന്നിരിക്കുന്നത്. ഒരു കണ്ടംപററി രീതിയിലാണ് ക്ലയൻറ്റ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതേ പ്രകാരമാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെല്ലാം. വുഡ് മെയിനായിട്ട് ഡോർസിനും സ്റ്റെയറിനൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം പ്ലൈയിലാണ് തീർത്തിട്ടുള്ളത്. മെറൈൻ പ്ലൈയും വെനിയറും ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കൂടുതൽ കൺജസ്റ്റഡ് അല്ലാത്ത തരത്തിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ തീമിനായിട്ട് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ ഏരിയയിലും അങ്ങനെ തന്നെ കൊണ്ടുവരാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഫോമൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് ഡബിൾ ഹൈറ്റ് ഉള്ള ഒരു ഫാമിലി ലിവിംഗ് സ്പേസിലേക്കാണ്. ഈ ഭാഗത്തായിട്ട് ഒരു TV അറേഞ്ച്മെന്റ് കൊടുത്തിരിക്കുന്നു. അത് ഇരുന്ന് വാച്ച് ചെയ്യാനുള്ള സൗകര്യത്തിന് ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റും കൊടുത്തിരിക്കുന്നു. സ്റ്റെയർ കേസിന് അടിയിലുള്ള വേസ്റ്റായി പോകാറുള്ള സ്ഥലമാണ് ഇവിടെ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് TV ഒക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഇവിടെ കൊടുത്തിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വുഡൻ മെമ്പേഴ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഫോമൽ ലിവിംഗ് സ്പേസിലേക്ക് ഒരു ദൃശ്യം ലഭിക്കുന്ന രീതിയിൽ 2 നിഷ് സ്പേസസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നല്ല വാസസ് ഒക്കെ വെച്ച് ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുന്നു. ഡൈനിങ് ഏരിയ. സാമാന്യം വലിയൊരു സ്പേസ് തന്നെ ഡൈനിങ് ഏരിയയ്ക്കായി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു ചെറിയ സ്പേസ് മാത്രം ഓക്യുപ്പൈ ചെയ്യുന്ന രീതിയിൽ വളരെ ഒതുക്കമുള്ള ഒരു 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വുഡ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയർസ് വന്നിരിക്കുന്നത്. ടേബിളിലും ഗ്ലാസ് എലമെൻറ്റും കൂടി വന്നിരിക്കുന്നു. അപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ ഇടത് ഭാഗത്തായിട്ട് ഒരു ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇവിടെയുള്ള ഒരു കൗണ്ടറിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ബ്രൗൺ കളറിലുള്ള ഇവിടുത്തെ ഇൻറ്റീരിയറുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു മൈക്ക ഷീറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഷട്ടേഴ്സും അതുപോലെ ഇവിടെയുള്ള ഒരു ബാക്ക് ഡ്രോപ്പും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇവിടെ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഫ്ലോറിങ്ങിന് യൂസ് ചെയ്തത് ടൈലാണ്, വൈറ്റ് ടൈലാണ്. അതിനോടനുബന്ധിച്ച് നമ്മൾ ഈ ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷന് വേണ്ടിയിട്ട് വുഡൻ ഫിനിഷുള്ള ടൈലും യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ കളർ വേരിയേഷൻസിലുള്ള പല വുഡൻ ഫിനിഷുകളാണ് ഈ കിച്ചന് മിഴിവേകുന്നത്. വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത് ടൈൽസ് ആണ് വുഡൻ ഫിനിഷ് ഉള്ളത്. 2 ഷെയ്ഡ്സിൽ അത് ചെയ്തിരിക്കുന്നു. അതുപോലെ കൗണ്ടറിലാണെങ്കിൽ ഒരു ജമ്മു ഗ്രാനൈറ്റ് എന്ന പേരുള്ള ഒരു മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഈ ഒരു ഷെയ്ഡുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിൽ നല്ലൊരു ഐവറി, വളരെ റിച്ച് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. ഇനി സ്റ്റോറേജിൻ്റെ ഷട്ടേഴ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത് വെച്ചാൽ അതും 2 ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. മൈക്ക ഷീറ്റ്സ് ആണ് മെറൈൻ പ്ലൈവുഡിൻ്റെ പുറത്ത് ചെയ്തിരിക്കുന്നത്. വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് ഐഡൻറ്റിക്കൽ ആയിട്ടല്ല. ഇപ്പം ഒരു വേർട്ടിക്കൽ ഷട്ടർ ഉണ്ടെങ്കിൽ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഷട്ടറും കൊടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു മൊണോട്ടണി ഇല്ല. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. ഒരു C ഷേപ്പിലുള്ള കൗണ്ടറാണ്. ഒത്ത നടുവിലായിട്ട് സ്റ്റൗ കൊടുത്തിരിക്കുന്നു. ഇപ്പുറത്തെ സിങ്കും അവിടെ ഫ്രിഡ്ജും. അപ്പം ഏറ്റവും കറക്റ്റായിട്ടുള്ള, ഏറ്റവും ഗൃഹനാഥയ്ക്ക് ഏറ്റവും ഈസിലി ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ട്രയാങ്കുലർ അറേഞ്ച്മെൻറ്റ്. ആ വശത്തായിട്ട് ഒരു വർക്ക് ഏരിയയും നൽകിയിരിക്കുന്നു. അടുക്കളയുടെ ഫേസിംഗ് ആയിട്ട് മറ്റൊരു മുറി കൂടിയുണ്ട്. അതിൻ്റെ കണക്ഷനിൽ ഒരു കോമൺ ടോയ്ലറ്റ് നൽകിയിരിക്കുന്നു. ഫേർണിച്ചർ ഇൻറ്റൻസീവായ കിഡ്സ് ബെഡ്റൂമാണിത്.
കിഡ്സ് ബെഡ്റൂം എന്ന് വെച്ച് ഒരുപാട് കളറോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. ബാക്കി എല്ലായിടത്തും കണ്ട ആ ഒരു കളർ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ ഒരു എടുത്ത് പറയേണ്ട കാര്യം, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം ഒഴിച്ചു കഴിഞ്ഞാൽ ചുറ്റും ഫേർണിച്ചറുണ്ട്. പക്ഷേ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള സ്പേസ് യൂട്ടിലൈസേഷനാണ്. 2 പെൺകുട്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സിംഗിൾ കോട്ട്സ് ഉണ്ട്. അതിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു സ്റ്റഡി അറേഞ്ച്മെൻറ്റ് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളത് വന്നിട്ടുണ്ട്. അതുപോലെ കോട്ടിൻ്റെ അടിയിലും സ്റ്റോറേജ് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ ഈ വശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ സ്റ്റഡി അറേഞ്ച്മെൻറ്റ് കൂടിയുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് വാർഡ്രോബ്, അതിനോട് ബന്ധിപ്പിച്ച് തന്നെ ഒരു മിറർ അറേഞ്ച്മെൻറ്റും. അപ്പോൾ ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുപാട് വലുതൊന്നുമല്ലാത്ത ഈ ഒരു ബെഡ്റൂമിനുള്ളിൽ എന്നാൽ ഒട്ടും തന്നെ ഒരു കൺജഷൻ ഇല്ലാതെ ചെയ്തെടുത്തിരിക്കുന്നു എന്നത് ശ്ലാഘനീയമായ കാര്യം തന്നെയാണ്. ഡൈനിങ് ഏരിയയുടെ ആവശ്യത്തായിട്ട് ഒരു റൂം കൂടെ ഉണ്ട്. നല്ല മിറർ ഫിനിഷുള്ള വെള്ള നിറത്തിലുള്ള ടൈൽസാണ് ഇവിടെയൊക്കെ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം ഡോറിനോട് ചേർന്നാണ് വാഷ് കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയയുടെ അടുത്ത് തന്നെയാണ്, എന്നാൽ മാറി നല്ല സെപ്പറേഷൻ ഉള്ള രീതിയിൽ തന്നെ സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് തൊട്ടടിയിലായിട്ട് പെബിൾസ് ഒക്കെ കൊടുത്ത് ഇൻഡയറക്റ്റ് ലൈറ്റിംഗ് ഒക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള മാസ്റ്റർ ബെഡ്റൂമാണിത്. കോട്ടിൻ്റെ ഹെഡ് സൈഡിൽ വന്നിരിക്കുന്ന വാളിൽ 2 ജനാലകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് മറ്റധികം ഡിസൈൻ സ്പേസ് ഒന്നും അവിടെ ചെയ്തിട്ടില്ല. കോട്ടിൻ്റെ ഹെഡ് സ്ട്രക്ചർ സൈഡിലേക്ക് എക്സ്റ്റെൻഡ് ആവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ഇവിടെ സ്വീകരിച്ചിരിക്കുന്നു. എന്നിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ സൈഡിൽ ബാംബു റോഡ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. കോട്ടിൻ്റെ ഫേസിങ് സൈഡിൽ ഡ്രസ്സിംഗ് ഏരിയയും അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമും ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ ബെഡ്റൂം സ്പേസിനുള്ളിൽ തന്നെ കബേർഡ്സും ചെയ്തിരിക്കുന്നു. വീഡിയോയിൽ ഇനിയൊരു ഇടവേള. ഫ്ലൈറ്റ് ഓഫ് സ്റ്റെയർസ് ഉള്ള ഒരു വലിയ സ്റ്റെയർ കേസ് ആണ് ഇവിടുത്തേത്. പക്ഷെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ 2ാമത്തെ ഫ്ലൈറ്റിൻ്റെ അവിടെ വരുന്ന ഈ ഒരു വലിയ വാളാണ്. അതിൽ നിറയെ പർഗോളസ് കൊടുത്തിരിക്കുകയാണ്, ഇടയിൽ ഗ്ലാസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ധാരാളമായിട്ട് ലൈറ്റ് ഉള്ളിലേക്ക് വരും. പക്ഷേ ഇത് അഡ്ജസ്റ്റബിൾ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് തിരിക്കാൻ, ഇപ്പോൾ വെളിച്ചത്തോടൊപ്പം വായു അകത്തേക്ക് കയറേണ്ടപ്പോൾ അത് തുറന്നിടാനുള്ള ഒരു സജ്ജീകരണമായിട്ടും ഇത് ഉപയോഗിക്കാം. ഹാൻഡ് റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ വുഡും സ്റ്റീലും ഗ്ലാസും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ ഫസ്റ്റ് ഡോറ് ശരിക്കും എക്സിറ്റ് ആവുന്നത് വീടിൻ്റെ ഒത്ത മുൻഭാഗത്ത് നടുഭാഗത്തേക്കുള്ള ഒരു ബാൽക്കണിയിലേക്കാണ്. നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ. താഴേക്കുള്ള ലാൻഡ്സ്കേപ്പ്, അതുപോലെ ചുറ്റും ഒരുപാട് പച്ചപ്പൊക്കെ ഉള്ള ഒരു ശരിക്കും ഒരു ഗ്രാമപ്രദേശം എന്ന് തോന്നുന്ന സ്ഥലമാണ്. അപ്പോൾ അതിരുന്ന് ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇൻബിൽറ്റ് ആയിട്ട് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കൊടുത്തിരിക്കുന്നു. ഗ്രാനൈറ്റ് ഒക്കെ ഇട്ട് മനോഹരമായൊരു സ്പേസ് വീടിൻ്റെ ഒത്ത നടുക്ക് മുകളിൽ. ഇവിടെ മെയിനായിട്ട് LED ലൈറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ കേർട്ടൻസ് അതെല്ലാം ഈ വീടിന് മാച്ച് ആയ തരത്തിലുള്ള റോമൻ ബ്ലൈൻഡ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതെല്ലാം ഒരേ ഒരു കോമ്പിനേഷനിൽ വരുന്ന തരത്തിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരു യു ഷേപ്പിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ ഈ ഹാൻഡ് റെയിൽ വന്നിരിക്കുന്നത് സ്റ്റെയർ കേസിന്. അപ്പോൾ അതിന് ചുറ്റുമായിട്ടാണ് സ്പേസസ്. അപ്പോൾ ഇവിടുന്ന് നല്ല വ്യൂ ആണ് താഴത്തെ ഒരു ഫാമിലി ലിവിങ് സ്പേസിലേക്ക്. ഇവിടെ ഒരു ബെഡ്റൂം.
ഫസ്റ്റ് ഫ്ലോറിലുള്ള ആദ്യത്തെ ബെഡ്റൂമാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ഓഫ് കളറിൻ്റെ ഉപയോഗത്തിലൂടെയാണ് ശരിക്കും ബെഡ്റൂം ഡിഫറെൻ്റ് ആവുന്നത്. ഫേർണിഷിങ്സിൽ വന്നിട്ടുള്ള ആ ഒരു വയലറ്റ്, അതർവൈസ് നമ്മൾ വീടിൻ്റെ ബാക്കി എല്ലായിടത്തും കണ്ട ആ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ഒരു പേർപ്പിളിൻ്റെ ഫ്രഷ്നെസ് വന്നപ്പോൾ വളരെ വ്യത്യസ്തമാകുന്നു ഈ ബെഡ്റൂം. അതുപോലെ കോട്ടിൻ്റെ ഒരു ഷേപ്പും വളരെ ഡിഫറെൻ്റ് ആണ്. നല്ലൊരു കർവ് ഡിസൈൻ, ഫ്ലെക്സി പ്ലൈവുഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ കബേർഡ്സ് ആണെങ്കിൽ ഇവിടുത്തെ ഷട്ടേഴ്സ് ചെയ്തിരിക്കുന്നത് സ്ലൈഡിങ് പാറ്റേണിലാണ്. അപ്പോൾ നമുക്കറിയാം സ്പേസ് സേവിങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് സ്ലൈഡിങ് പാറ്റേൺ എന്ന് പറയുന്നത്. അറ്റാച്ച്ഡ് ആയിട്ട് ഡ്രസ്സിംഗ് ഏരിയ നൽകിയിരിക്കുന്നു. അതുപോലെ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. വളരെയധികം ഹൈറ്റുള്ള ഒരു സ്പേസ് ആണിത്. അപ്പോൾ അവിടെ വളരെ പൊക്കത്തിൽ വെറുതെ വെള്ള വാളുകൾ നിന്ന് കഴിഞ്ഞാൽ ഒരു ഭയങ്കര മൊണോട്ടണി ഉണ്ടാവും. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ല ഉയരത്തിൽ ഫോൾ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നു. ഒരു വുഡൻ ഫിനിഷ്, വെനീർ ഒട്ടിച്ച വുഡൻ ഫിനിഷിൽ അതിൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് മനോഹരമാക്കിയിരിക്കുന്നു. ഇതൊരു യൂട്ടിലിറ്റി സ്പേസിലേക്കുള്ള എക്സിറ്റ് ഡോറാണ്. തുണി ഉണക്കാനൊക്കെ ഉപയോഗിക്കാവുന്നൊരു സ്ഥലം. അപ്പോൾ ആ സ്പേസിലേക്ക് നോട്ടം കിട്ടുന്ന രീതിയിൽ ഇവിടെയും പർഗോളാസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ കണ്ടതുപോലെ തന്നെയുള്ള പർഗോളാസ് കൊടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ഒരു ബെഡ്റൂം സ്പേസ് ആണിത്. പക്ഷേ അത് ബെഡ്റൂമായിട്ട് അവർ ഡിസൈൻ ചെയ്തെടുത്തിട്ടില്ല. ഒരു പ്രെയർ ഹാൾ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ അവരത് ഉപയോഗിക്കുന്നത്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീട്ടുപേരാണല്ലോ, കെൻസ്. എന്താണ് അർത്ഥം? എന്താണ് അതിൻ്റെ? അറബിക്കിൽ ട്രഷർ എന്നാണ് അർത്ഥം. ആരുടെ സെലക്ഷനാണ്? അത് സെലക്ഷൻ എൻ്റെ തന്നെയായിരുന്നു വീട്ടുപേര്. അത് ശരി. ഹസ്ബൻഡ് പുറത്താണോ വർക്ക് ചെയ്യുന്നത്? എവിടെയാണ്? കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. നിങ്ങളും അവിടെ തന്നെയായിരുന്നോ താമസിക്കുന്നത്? ഞങ്ങൾ അവിടെ ആയിരുന്നു. ഇപ്പോൾ ഹൗസ് വാമിങ്ങിന് വേണ്ടി വന്നതായിരുന്നു. അത് ശരി. അവിടുത്തെ ഒരു ജീവിത രീതിയും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് വ്യത്യാസമാണ് ശരിക്കും ഈ വീട്ടിൽ ഫീൽ ചെയ്യുന്നത്? അവിടെ വളരെ ഇടുങ്ങിയ ഫ്ലാറ്റ് ലൈഫായിരുന്നു. ഇവിടെ വന്നേരം കുറച്ചുകൂടി കുട്ടികൾക്കും കുറച്ചുകൂടി വിശാലത ആയിട്ടുള്ളൊരു സൗകര്യം. ഇപ്പോൾ എഞ്ചിനീയറോട് പ്ലാൻ വരയ്ക്കുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഈ ഒരു ശൈലി, അതായത് കണ്ടംപററി ശൈലിയിലുള്ള വീട് മതി എന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. അല്ല, ഞങ്ങൾ ആദ്യം ആ ഒരു ഇതായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നത്, കണ്ടംപററി ഡിസൈൻ. ഇതുപോലെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലാണോ ചെയ്തിരിക്കുന്നത്? അത് മതി എന്ന് അങ്ങനെ പ്രത്യേകമായിട്ട് പറഞ്ഞതാണോ? തുടക്കം മുതലേ ഈ ഒരു കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പോൾ അതിൽ തന്നെ മുന്നോട്ട് പോയി. എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്, അതായത് ഇത്ര ബെഡ്റൂം വേണം അല്ലെങ്കിൽ ഇന്നൊരു സ്പേസ് വേണം, അങ്ങനെ എന്തെങ്കിലും എഞ്ചിനീയറോട് പറഞ്ഞിരുന്നു? 4 ബെഡ്റൂം വേണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ നല്ല സ്പേസസ് ആയി തോന്നണം. വീടിനുള്ളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പേസ് ഏതാണ്? അത് ഫാമിലി ലിവിങ്ങും കിച്ചണുമാണ് കൂടുതൽ ഇഷ്ടം. കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഈ 2 സ്ഥലങ്ങളിലായതുകൊണ്ട്. കർവ് റൂഫിൽ ചെയ്തെടുത്ത മോഡേൺ ഔട്ട്ലുക്കുള്ള ഒരു വീട്. അകത്തളങ്ങളിലാവട്ടെ വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലുള്ള ഇന്റീരിയർ ഡിസൈൻ്റെ മുഖമുദ്രയാകുന്നത് ലാളിത്യം. ഡിസൈൻ കോർണറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഫ്ലോറിങ്ങിൽ നാച്ചുറൽ മെറ്റീരിയൽ ഇഷ്ടപ്പെടുന്ന 2 വിഭാഗം ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്നവരും 2 സാധാരണക്കാരുമാണ്. ഇതിൽ സാമ്പത്തികമായി ഉയർന്ന നിലവാരം പുലർത്തുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ഇറ്റാലിയൻ മാർബിൾ. എന്നാൽ സാധാരണക്കാരുടെ സ്റ്റോണാണ് കടപ്പ സ്റ്റോൺ, ജെൽസാമർ, കോട്ട സ്റ്റോൺ. ഈ നാച്ചുറൽ സ്റ്റോണിനെ കുറിച്ചാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. ഇതിലാദ്യമായി ഇറ്റാലിയൻ മാർബിൾ. പുതുമ, വ്യത്യസ്തത, ആഠ്യത്വം എന്നിവ ഇഷ്ടപ്പെടുന്നവർക്കുള്ളതാണ് ഇറ്റാലിയൻ മാർബിൾ. ഇറ്റലിയിൽ നിന്ന് മാത്രമല്ല, ഈജിപ്ത്, ഒമാൻ, തുർക്കി, ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന മാർബിളാണ് ഇറ്റാലിയൻ മാർബിൾ എന്നുള്ള പേരിൽ നമ്മൾ അറിയപ്പെടുന്നത്. മനം കവരുന്ന ഡിസൈനുകളും നിറങ്ങളുമാണ് ഇറ്റാലിയൻ മാർബിളിൻ്റെ പ്രത്യേകത. ഇതിൽ തൂവെള്ള നിറമാണ് മാർക്കറ്റിൽ ഏറ്റവും ഡിമാൻഡായിട്ടുള്ളത്. ചതുരശ്ര അടിക്ക് 300 രൂപ തൊട്ട് 1800 രൂപ വരെയാണ് മാർക്കറ്റിൽ ഇതിൻ്റെ വില. തറയിൽ വിരിക്കുവാൻ പാകത്തിന്
ഫിനിഷ്ഡും അൺഫിനിഷ്ഡുമായിട്ടുള്ള ഇറ്റാലിയൻ മാർബിൾ മാർക്കറ്റിൽ ലഭിക്കും. പോളിഷ് ചെയ്യാത്തതിനെ അപേക്ഷിച്ച് 70 രൂപയോളം ഏകദേശം വില വ്യത്യാസമുണ്ടാവും പോളിഷ് ചെയ്തതിന്. ഇറ്റാലിയൻ മാർബിൾ വിരിച്ചതിന് ശേഷം പോളിഷ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഇത് ജോയിൻറ്റ് ഫ്രീ ആയിട്ട് വിരിച്ചു പോകാനും തറ ഒരേ നിരപ്പിൽ ഫീൽ ചെയ്യാനും സഹായിക്കും. സാധാരണ മാർബിളിൽ നിന്ന് വ്യത്യസ്തമായി ഇറ്റാലിയൻ മാർബിൾ വിരിക്കുമ്പോൾ ഇപ്പോക്സി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ഇറ്റാലിയൻ മാർബിൾ വിരിക്കുന്നത്. ഇത് കൂടുതൽ ഫിനിഷിംഗ് നൽകും. സാധാരണ മാർബിൾ വിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ലേബർ ചാർജും ഇതിന് ചിലവ് വരും. ഇറ്റാലിയൻ മാർബിൾ സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ക്രാക്കുകളും വയറുകളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൂടാതെ ഇത് നമ്മൾ ലോഡ് ചെയ്യുമ്പോഴും അൺലോഡ് ചെയ്യുമ്പോഴും വളരെ കെയർ ചെയ്ത് വേണം ഇറ്റാലിയൻ മാർബിൾ കൊണ്ടുവരുവാൻ. ഇറ്റാലിയൻ മാർബിൾ വിരിക്കുമ്പോഴും വൈറ്റ് സിമെൻ്റാണ് ഗ്രൗട്ടായിട്ട് ഉപയോഗിക്കേണ്ടത്. ഇവിടെ ഗ്രേ സിമെൻറ്റ് ഉപയോഗിച്ചാൽ ഇത് സ്റ്റോൺ അബ്സോർവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോളിഷ് ചെയ്ത് ഇറ്റാലിയൻ മാർബിൾ വിരിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടുള്ള നെറ്റ് റിമൂവ് ചെയ്തിട്ടായിരിക്കണം ഇറ്റാലിയൻ മാർബിൾ താഴെ വിരിക്കുവാനായിട്ട്. കാരണം ഇത് കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഇത് പരിക്കൻ്റെ പുറത്തു നിന്ന് ഇത് രണ്ടും തമ്മിലുള്ള ടച്ച് വിടുകയും കല്ല് അതിൽ നിന്ന് ഇളകിപ്പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇറ്റാലിയൻ മാർബിളിൻ്റെ സ്ലാബിൽ ക്രാക്ക് ഉണ്ടെങ്കിൽ ഈ ക്രാക്കിൻ്റെ താഴെ ഭാഗത്തായിട്ട് ആക്സോ ബ്ലേഡ് സെറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇതിൻ്റെ മുകൾ വശത്തായിട്ട് കനമുള്ളത് എന്തെങ്കിലും വന്ന് വീണാൽ ഈ ആക്സോ ബ്ലേഡിൻ്റെ ബലത്തിൽ അതിനെ സപ്പോർട്ട് ചെയ്യും. കൃത്രിമമായി നിർമ്മിക്കുന്ന കോമ്പോസിറ്റ് മാർബിളും ഇപ്പോൾ വിപണിയിൽ സുലഭമാണ്. ഇത് നിരവധി വർണ്ണങ്ങളിൽ കിട്ടും. ഇത് നിർമ്മിക്കുന്നത് 95% മാർബിൾ പൊടിയും 5% ഇപ്പോക്സിയും ചേർത്താണ്. സ്ലാബ് സൈസിൽ കിട്ടുന്ന കോമ്പോസിറ്റ് മാർബിളിന് പോളിഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് 300 രൂപ തൊട്ട് 400 രൂപ വരെയാണ് ഇതിൻ്റെ വില. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സാധാരണക്കാരുടെ പ്രിയപ്പെട്ട സ്റ്റോണുകളെക്കുറിച്ചാണ്. കുറഞ്ഞ ചെലവിൽ നാച്ചുറൽ സ്റ്റോൺ ഫ്ലോറിംഗ് വേണ്ടവർക്കുള്ള ഒരു അനുഗ്രഹമാണ് കോട്ട, കടപ്പ, ജയസാമ സ്റ്റോൺസ്. ഈടും കടുപ്പവുമാണ് ഈ കല്ലുകളുടെ പ്രത്യേകത. ഇത് നമ്മൾ കൂടുതലായി ഉപയോഗിക്കുന്ന നടപ്പാത, വരാന്ത എന്നീ ഭാഗങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഉത്തമം. വളരെയേറെ നിറങ്ങളിൽ ലഭ്യമല്ല എന്നുള്ളതാണ് ഈ സ്റ്റോണിൻ്റെ ഒരു ന്യൂനത. ഇനി നമുക്ക് കോട്ട സ്റ്റോണിനെ പറ്റി പരിചയപ്പെടാം. ഇളം പച്ച നിറത്തിലും ചാര നിറത്തിലുമാണ് കോട്ട സ്റ്റോൺ ലഭ്യമാകുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഈടും ഉറപ്പുമാണ്. കറ പിടിക്കുവാൻ സാധ്യത കുറവുള്ള ഈ മെറ്റീരിയൽ അടുക്കള ഭാഗത്തേക്കും വരാന്തയിലേക്കും ഉത്തമമാണ്. പോളിഷ് ചെയ്തും അല്ലാതെയും കോട്ട സ്റ്റോൺ ഉപയോഗിക്കാം. ഇന്ന് മാർക്കറ്റിലൊരു ട്രെൻഡ് ബ്രഷ്ഡ് ആയിട്ടുള്ള കോട്ട സ്റ്റോണാണ്. ചതുരശ്ര അടിക്ക് 35 രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ വില. ഇനി നമുക്ക് ജയ് സാൽമർ എന്ന മെറ്റീരിയലിനെ പറ്റി നമുക്ക് പരിചയപ്പെടാം. രാജസ്ഥാനിലെ ജയ് സാൽമർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് കിട്ടുന്ന ഈ ഇളം മഞ്ഞ നിറത്തിലുള്ള സ്റ്റോണിനെയാണ് ജയ് സാൽമർ സ്റ്റോൺ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നത്. മഞ്ഞ നിറത്തിൽ മാത്രമേ ഈ സ്റ്റോൺ ലഭിക്കൂ. കടപ്പ, കോട്ട സ്റ്റോൺ അപേക്ഷിച്ച് ഇതിന് കടുപ്പവും ഉറപ്പും അല്പം കുറവാണ്. ഫ്ലോറിങ്ങിന് ബോർഡറായിട്ടും ഇത് ഉപയോഗിക്കാം. കൂടാതെ മാർബിൾ, ഗ്രാനൈറ്റിന് മിക്സ് ചെയ്ത് ഡിസൈനിങ്ങിലും ജയ്സാമ സ്റ്റോൺ ഉപയോഗിക്കാം. ഇത് പോളിഷ് ചെയ്ത് വേണം ഇത് ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ വില 60 രൂപയ്ക്ക് മുകളിലാണ്. വളരെയധികം കടുപ്പവും ഉറപ്പും നൽകുന്നൊരു സ്റ്റോണാണ് കടപ്പ സ്റ്റോൺ. ഇത് നമുക്ക് ഗ്രേ നിറത്തിലും ബ്ലാക്ക് നിറത്തിലുമാണ് കിട്ടുന്നത്. കടപ്പ സ്റ്റോൺ മാർബിൾ, ഗ്രാനൈറ്റ് എന്നീ മെറ്റീരിയലുകളോടൊപ്പം ഇടകലർത്തി വിരിക്കുന്നത് നന്നായിരിക്കും. കൂടാതെ കിച്ചൻ്റെ ഫ്ലോറിങ്ങിനും ഇത് ഉത്തമമാണ്. ഇതിൻ്റെ വില 25 രൂപയ്ക്ക് മുകളിലാണ്. ഫ്ലോറിംഗ് മെറ്റീരിയലുകളിൽ ഇനിയും ധാരാളം ഓപ്ഷൻസുകളുണ്ട്. ഇനി മറ്റൊരു ഫ്ലോറിംഗ് മെറ്റീരിയലുമായിട്ട് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. നന്ദി. വീടിൻ്റെ മറ്റൊരു അധ്യായം കൂടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് കണ്ട വീടും മറ്റു കാഴ്ചകളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഞങ്ങളെ തീർച്ചയായും എഴുതി അറിയിക്കുക. ഇതെൻ്റെ വിലാസം. പ്രൊഡ്യൂസർ, വീട് മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് വീട്@mmtv.in. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് www.manoramanews.com.